ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി. ഓ, നല്ല സൂപ്പർ സൂപ്പ്. ക്രീമും ചിക്കനും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് ഹണി ചില്ലി അൽസ വറുത്തരച്ച ചിക്കൻ കറിയാണ്. പിന്നെ അല്ലേ കൊച്ചു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. കപ്പ വന്നേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പും എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് റിയാദിലെ ദ ബോളിവുഡ് ലോഞ്ച് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ്. റിയാദിൽ വന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നേക്കണം. മെനു കണ്ടോ, ഭയങ്കര ലുക്ക് അല്ലേ, അടിപൊളിയായിട്ട് DVD ഒരു ലുക്ക് അല്ലേ, പണ്ടത്തെ ആ ഒരു DVD ലുക്കിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇന്ന് കുറേ വെറൈറ്റി ആയിട്ട് 1-2 ഫുഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ചൻ എന്താണ് കുഞ്ഞിക്കോഴി വരട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ്റെ ഒരു സംഭവം, കുഞ്ഞൻ കോഴി അവർ പറയുന്ന കുഞ്ഞൻ കോഴി വരട്ടിയെന്നാണ്. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ ചിക്കൻ ഒന്ന് ഓർഡർ ചെയ്തു കുറച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസ്റ്റോറൻറ്റ് പേര് ദ ബോളിവുഡ് ലോഞ്ച് എന്നാണ്. അപ്പോൾ നിങ്ങൾ റിയാദിലൊക്കെ ഞങ്ങളിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇതുവഴി വന്നപ്പം ഇവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഏരിയ ആണ്. അകത്തൊരു ഫാമിലി സെക്ഷനൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് അങ്ങ് ഇരിക്കാൻ തീരുമാനിച്ചു. നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഇവർ ഈ ബോളിവുഡിന്റെ സിനിമകളുടെ ഒക്കെ ഫാൻസ് ആണല്ലോ. ഇവിടെ എല്ലാം ഫുള്ള് ഹിറ്റ് പടങ്ങളുടെയൊക്കെ ബാനർ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കാലിക്കറ്റ് ഈസ്റ്റ് റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അവിടെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ പ്രൈവസി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ കുറേ ആൾക്കാർക്ക് ഇരിക്കാം, അവിടെ ഇരിക്കാം. ഫ്രണ്ടില് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. ഇവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ് അല്ലേ. നമുക്ക് സൂപ്പൊക്കെ വന്നിട്ടുണ്ട്. സൂപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് എന്തായാലും സൂപ്പ് ട്രൈ ചെയ്യാൻ പോകുന്നത് ക്രീമി ചിക്കൻ സൂപ്പാണ്. നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീമായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. സൂപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓ, നല്ല സൂപ്പർ സൂപ്പ്. ആ ക്രീമും ചിക്കനും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പ് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട് ഈ സൂപ്പ്. എങ്ങനെയുണ്ട് സൂപ്പ്? ഭയങ്കര അടിപൊളിയല്ലേ. ഭയങ്കര ക്രീമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്തത് ഡ്രാഗൺ ചിക്കനാണ്. നമ്മളത് ഡ്രാഗൺ ചിക്കൻ പരീക്ഷിക്കാൻ പോവാണ്. നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കുള്ളത് ഡ്രാഗൺ ചിക്കനാണ്. പിന്നെ പൊറോട്ട, പിന്നെ മലബാറി തവ മസാലയാണ്, പിന്നെ കപ്പയുണ്ട്, ഹണി ചില്ലി അൽഫാമാണ്, പിന്നെ ഇതാ വറുത്തരച്ച ചിക്കൻ കറിയാണ്. അത് വളരെ ഇവരുടെ സ്പെഷ്യലായിട്ട് അല്ലേ. വറുത്തരച്ച ചിക്കൻ കറി നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല അല്ലേ. നമ്മൾ സാധാരണ ഒരു ചിക്കൻ കറി ഒക്കെയല്ലേ, ഇതിപ്പോൾ വറുത്തരച്ച ചിക്കൻ കറിയാണ്. പിന്നെ ഇത് കുഞ്ഞൻ കോഴി ഇവരുടെ സ്പെഷ്യലായിട്ടാണ്. കുഞ്ഞൻ കോഴി വരട്ടിയത് ഇവർ അല്ലേ, കൊച്ചു കോഴി, അതായത് കുഞ്ഞു കോഴിയാണ്, അത് വരട്ടിയതാണ്. പിന്നെ ഇതാ മടക്ക് ചപ്പാത്തി. അങ്ങനെ ചപ്പാത്തി കഴിക്കാറുണ്ട്, പക്ഷെ മടക്ക് ചപ്പാത്തി ഒരു വെറൈറ്റി ഇല്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് കപ്പയുണ്ട്, പൊറോട്ടയുണ്ട്. ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓരോന്നായിട്ട് കഴിക്കാം. സ്പെഷ്യലായിട്ട് കേട്ടോ കുഞ്ഞൻ കോഴി പരട്ടിയത് നമ്മളപ്പോൾ നോക്കാൻ പോണത്. കുഞ്ഞൊരു കോഴിയാണെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഗ്രേവി കുറച്ചെടുത്തു. നമ്മളെന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഗ്രേവി മാത്രം എടുത്തു. ഇത് ചിക്കൻ വറുത്തരച്ചതാണ്. ചിക്കൻ വറുത്തരച്ചതും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മടക്ക് ചപ്പാത്തി മേടിച്ചത്, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഹണി ചിക്കനാണ്, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നു. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഇതാണ് ഏറ്റവും അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഹണി ചിക്കൻ അൽഫാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നല്ല
ടേസ്റ്റ് ഉണ്ട്. ഈ 2 സാധനം ഇത് പരീക്ഷിച്ചില്ല. ഇത് ഇങ്ങനെയുള്ള നോക്കട്ടെ. ഇവരുടെ ഈ സ്പെഷ്യലി മീനിൻ്റെ ഈ ഡിഷാണ്. എന്താ അടിപൊളിയുണ്ടല്ലോ കേട്ടോ. സൂപ്പറാണ്. നമ്മുടെ കപ്പയുടെ കൂടെ പിടിക്കാം. മലബാറി തവ ഫ്രൈ ആണ്. സീ ബ്രീഫ് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് സംഭവമായ കപ്പ വന്നേക്കാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ കപ്പയെന്ന് പറഞ്ഞാൽ നല്ല വലുപ്പത്തിലാണ് അവർ വേവിച്ചേക്കുന്നത്. പിന്നെ ഇവരുടെ സീ ബ്രീം മലബാറി ഫിഷ് തവയാണ് ഇത്. തവ മസാല നല്ല രസമുണ്ട്. നമ്മുടെ കപ്പയും മീനും ട്രൈ ചെയ്യുവാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഒരു മൊഹീറ്റോ ഓർഡർ ചെയ്തു. സ്ട്രോബെറിയുടെ അതായത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മൊഹീറ്റോയാണ്. സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹണി ചിക്കൻ അൽഫാമായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റായിരുന്നു. ചായയൊക്കെ ഓർഡർ ചെയ്തു. പണ്ടത്തെ തട്ടുകടയിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ചായ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ 2 ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കുടിച്ചു കഴിഞ്ഞു. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അല്ലേ? അടിപൊളി ഫുഡായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റാണ്. നല്ല ഫുഡിനാണെങ്കിലും വലിയ റേറ്റൊന്നും നോർമൽ റേറ്റായിരുന്നു. ഫുഡെല്ലാം നല്ലതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ റിയാദിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇനി ഒന്നും കൂടി ഇവിടെ തന്നെ വരും. അല്ലേ? ഞങ്ങളിങ്ങനെ റിയാദിലൊക്കെ വരുമ്പോഴാണല്ലോ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റൊക്കെ കാണാം. നല്ല ഇഷ്ടമായി. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഭയങ്കര സംഭവം അടിപൊളിയാണ്. സൂപ്പർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുതിയ വീഡിയോ വേണ്ടി കാണാം. അതുവരേക്കും എല്ലാവർക്കും